നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഞ്ചാവ് അടിക്കുന്നവന്മാർ ചെങ്കൊടിയുമായി നടക്കുന്നു. ആലപ്പുഴ CPM-ൽ ചെറുപ്പക്കാർ പോലും നേരെ ചൊവ്വേ വരുന്നില്ല. പാർട്ടി ജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച സമയത്ത് തന്നെ അതിന് പ്രതികാരം ചെയ്യണമെന്ന് മനസ്സിൽ കുറിച്ചിരുന്നു. ആലപ്പുഴയിൽ നിന്ന് CPM-നെ കടിച്ചു കീറുകയാണ് സുധാകരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടിവേരിളകുന്ന അടി ആലപ്പുഴയിൽ നിന്ന് കിട്ടിയതിന്റെ പിടച്ചിലിൽ നിൽക്കുന്ന CPM-ന് നിയമസഭാ പോരിൽ വെള്ളം കുടിക്കേണ്ടി വരും. അതിനിടയിലാണ് ആലപ്പുഴയിൽ നിന്ന് സുധാകരൻ വെടിപൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരമോഹിയാണ് സുധാകരൻ എന്ന് CPM തിരിച്ചടിക്കുന്നു. അതിൽ വസ്തുതയുണ്ടെങ്കിലും സുധാകരൻ ഉയർത്തുന്ന മറ്റു ചില വിഷയങ്ങളിൽ പാർട്ടി മൗനം തുടരുകയാണ്. ആലപ്പുഴയിൽ CPM-ന്റെ അടിവേരറുത്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സുധാകരൻ പറയുന്നത് കേൾക്കാനോ അത് തിരുത്താനോ തയ്യാറാകാതെ നിൽക്കുകയാണ് CPM. ക്രിമിനൽ സംഘമാണ് ആലപ്പുഴ CPM-നെ നയിക്കുന്നത് എന്ന സുധാകരന്റെ വാദം എന്തുകൊണ്ട് പാർട്ടി നേതൃത്വം പരിശോധിക്കുന്നില്ല? സുധാകരൻ ഉയർത്തുന്നത് വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമല്ല, പാർട്ടിയെ ബാധിച്ചിരിക്കുന്ന വ്രണത്തെ പറ്റിയാണ്. പുഴുത്തുനാറിയ വ്രണം പരിചരിക്കാതെ അത് സുഗന്ധമാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് പാർട്ടിയുടെ കഴുക്കോലൂരുന്ന പണിയാണ്. കടുത്ത വിമർശനമാണ് സുധാകരൻ വീണ്ടും നടത്തിയിരിക്കുന്നത്. ബുദ്ധിശൂന്യതയും അഹങ്കാരവും തെറ്റായ പ്രവർത്തനങ്ങളുമാണ് CPM-നുള്ളിൽ നടക്കുന്നത്. അവർക്ക് ജനഹൃദയം കീഴടക്കാനാകില്ല എന്ന് സുധാകരൻ പറയുന്നു. LDF-നും CPM-നും തനിക്കുണ്ടായ അനുഭവത്തിന്റെ നാൾ വഴി മനസ്സിലായിട്ടില്ല. മാസങ്ങൾക്ക് മുൻപ് നടന്ന ഗൂഢാലോചനയാണെന്നാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. അംഗത്വം പുതുക്കാഞ്ഞത് കഴിഞ്ഞ മാസം മാത്രമാണ്. അച്ചടക്കത്തോടെ പ്രവർത്തിക്കുകയായിരുന്നു. കോൺഗ്രസിൽ ചേരാൻ 6 മാസം എടുക്കേണ്ടതില്ല. ജാതിമത വ്യത്യാസമില്ലാതെ അമ്പലപ്പുഴക്കാർ തനിക്ക് വോട്ട് ചെയ്യും. ആലപ്പുഴ CPM-ൽ ചെറുപ്പക്കാർ പോലും നേരെ ചൊവ്വേ വരുന്നില്ല. കഞ്ചാവടിക്കുന്നവർ ചെങ്കൊടിയുമായി നടക്കുന്നു. വിജയരാഘവന് യോജിക്കുക പരാജയ രാഘവൻ എന്ന പേരാണ്. അദ്ദേഹം എവിടെ പ്രസംഗിക്കുന്നോ അവിടെ പാർട്ടി തോറ്റുപോകും. ബ്രാഞ്ചിൽ ഇരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത അദ്ദേഹമാണ് PB-യിൽ. ഇവരെയൊക്കെ കൊണ്ട് MA ബേബി വല്ലാതെ കഷ്ടപ്പെടുകയാണ്. CPM-ന്റെ പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തനിക്കെതിരെ സുധാകരൻ എന്നയാളെ കൊണ്ട് പത്രിക കൊടുപ്പിച്ചത്. 90,000 വോട്ട് നേടി ഞാൻ അമ്പലപ്പുഴയിൽ ചരിത്ര വിജയം നേടും. കോൺഗ്രസിന് 50,000 വോട്ടുണ്ട്. CPM-ൽ നിന്ന് 15,000-ഉം BJP-യിൽ നിന്ന് 5,000-ഉം വോട്ട് കിട്ടും. നിഷ്പക്ഷരായ 25,000 പേരുടെ വോട്ടും തനിക്ക് കിട്ടുമെന്നും സുധാകരൻ അവകാശപ്പെടുകയാണ്. പറഞ്ഞു കേട്ടതുപോലെയല്ല കോൺഗ്രസ്. നല്ല സംസ്കാരവും പക്വതയും ബുദ്ധിയും നിസ്വാർത്ഥതയുമുള്ള പാർട്ടിയാണ്. വളരെ പാവമായ താൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ അനുകമ്പ കാട്ടിയവരാണ് കോൺഗ്രസ്. സുധാകരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും വരെ അതേക്കുറിച്ച് അറിയില്ലായിരുന്നു. അമ്പലപ്പുഴ UDF മണ്ഡലമായിരുന്നു. സുധാകരനിലൂടെ CPM ഇവിടെ ജയിക്കുകയായിരുന്നു. ചതുഷ്കോണ മത്സരത്തിലൂടെ LDF ജയിക്കുന്നത് തടയാനാണ് സുധാകരനെ പിന്തുണച്ചതെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. സുധാകരൻ പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെയെന്ന് പ്രഖ്യാപിച്ച CPM-ന്റെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ സുധാകരൻ പറയുന്ന ആരോപണങ്ങളിലെ വസ്തുത മനസ്സിലാക്കാനോ പാർട്ടി തിരുത്താനോ തയ്യാറല്ല. സുധാകരൻ ഓർമ്മിപ്പിച്ചതുപോലെ കണ്ണൂരല്ല ആലപ്പുഴ. CPM-ന്റെ ഈറ്റില്ലമായിരുന്നു. അവിടെ നിന്ന് പാർട്ടി അകറ്റപ്പെടുകയാണ്. അതേതെങ്കിലും മുതിർന്ന നേതാക്കൾ മനസ്സിലാക്കുന്നുണ്ടോ? കയ്യിലിരിപ്പ് കൊണ്ടാണ് ആലപ്പുഴയിൽ CPM-ൽ നിന്ന് ജനങ്ങൾ അകന്നു പോകുന്നത്. ഒരു കൂട്ടം ക്രിമിനലുകൾ പാർട്ടിയിൽ നുഴഞ്ഞു കയറി പാർട്ടിയുടെ അടിവേരറുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിമിനലുകൾക്ക് കുടപിടിക്കുന്ന മുതിർന്ന നേതാക്കൾ, ലഹരി മാഫിയകളുമായി ബന്ധം, ഗുണ്ടാ ബന്ധം, നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ, കേസുകൾ, SDPI ബന്ധം തുടങ്ങി നീളുകയാണ് ലിസ്റ്റ്. സുധാകരൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? സുധാകരനെ പോലുള്ള നേതാക്കളെ വാ തുറക്കാൻ പോലും അനുവദിക്കാതെ വെട്ടിയൊതുക്കി ക്രിമിനലുകളെ വാഴിച്ചു. അതിൻ്റെ പരിണിത ഫലമാണ് CPM ഇപ്പോൾ ആലപ്പുഴയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ CPM നേതാക്കളിൽ പലർക്കും ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും ഇതിന് തടയിടണമെന്നും പാർട്ടി യോഗങ്ങളിൽ എത്രയോ തവണ ആവശ്യം വന്നതാണ്. എന്ത് നടപടിയാണ് MV ഗോവിന്ദൻ ഉൾപ്പെടെ മറ്റ് നേതാക്കൾ സ്വീകരിച്ചത്? 2023, 24, 25 വർഷങ്ങളിലൊക്കെ ആലപ്പുഴ CPM-ൽ നിന്ന് പുറത്തേക്ക് വന്ന ആരോപണങ്ങളും പൊട്ടിത്തെറിയും പരിശോധിച്ചാൽ തന്നെ അവിടെ പാർട്ടിയെ ബാധിച്ചിരിക്കുന്ന വിഷം എത്രത്തോളമാണ് എന്ന് മനസ്സിലാകും. ആലപ്പുഴയിൽ മയക്കുമരുന്നും സിറിഞ്ചുകളുമായി CPM ബ്രാഞ്ച് സെക്രട്ടറി പിടിയിലായി.
ആലപ്പുഴ മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷ് ആയിരുന്നു മയക്കുമരുന്നും സിറിഞ്ചുകളുമായി പിടിയിലായത്. ആലപ്പുഴ സൗത്ത് പോലീസ് അന്ന് ഇയാളുടെ പക്കൽ നിന്ന് MDMAയും 2 സിറിഞ്ചുകളുമാണ് കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ ഹരിപ്പാട് നിന്ന് MDMAയുമായി പിടികൂടിയ ആളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളായിരുന്നു പോലീസിനെ വിഘ്നേഷിലേക്ക് എത്തിച്ചത്. ഇയാൾക്ക് MDMA നൽകിയത് വിഘ്നേഷ് ആണെന്ന് പോലീസ് കണ്ടെത്തി. പ്രതി MDMA ഉപയോഗിക്കുന്നതായും വിൽപ്പന നടത്തുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. ഇതിന് പിന്നാലെയായിരുന്നു പോലീസ് വിഘ്നേഷിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ചത്. അതായത് പാർട്ടിയിലെ കുട്ടി സഖാക്കളിലേക്ക്, SFI DYFIക്കാരിലേക്കും സ്കൂൾ കുട്ടികളിലേക്കും വരെ ഈ വിഘ്നേഷിന്റെ നേതൃത്വത്തിൽ ലഹരി ഒഴുക്കി. ആലപ്പുഴയിലെ EMS സ്റ്റേഡിയത്തിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളുടെ നേതൃത്വത്തിൽ കുട്ടി സഖാക്കന്മാരിലേക്ക് എത്രത്തോളം ലഹരി ഒഴുകിയിട്ടുണ്ടാകും ഒന്ന് ഓർത്തു നോക്കണം. ഈ സമയത്തെല്ലാം ലഹരിക്കെതിരെ പാർട്ടി കൈകോർത്ത് പിടിച്ച് മനുഷ്യച്ചങ്ങല പരിപാടി നടത്തുന്ന സമയമായിരുന്നു. രാവിലെ മനുഷ്യച്ചങ്ങല, വൈകിട്ട് കൂട്ടിയിട്ട് കത്തിക്കൽ, അതായിരുന്നു ഏർപ്പാട്. തീർന്നില്ല. ലഹരിക്കടത്ത് കേസിൽ അകപ്പെട്ട ഏരിയ കമ്മിറ്റി അംഗവും മുനിസിപ്പൽ കൗൺസിലറുമായ ഷാനവാസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് PP ചിത്തരഞ്ജൻ MLA, M സത്യപാലൻ എന്നിവരെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് തരം താഴ്ത്തി. ഈ 2 ഒഴിവുകളും നികത്തേണ്ട എന്നാണ് പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാ നേതൃയോഗത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നത്. ഈ ഷാനവാസ് ഈ പറയുന്ന നേതാക്കന്മാരുമായിട്ടെല്ലാം വലിയ ബന്ധമുണ്ടായിരുന്ന ആളാണ്. ഈ ഷാനവാസിനെ സംരക്ഷിക്കാൻ പരമാവധി ആലപ്പുഴയിലെ CPM നേതൃത്വം ശ്രമിച്ചു. ഒടുക്കം കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കണ്ട ഘട്ടത്തിലാണ് അയാൾക്കെതിരെ നടപടിയെടുക്കാൻ പോലും പാർട്ടി തയ്യാറായത്. ഈ ഷാനവാസിനെതിരെയൊക്കെ ഗുരുതര ആരോപണങ്ങൾ മുൻപ് G സുധാകരൻ ഉയർത്തിയിട്ടുള്ളതാണ്. ആലപ്പുഴയിൽ നിന്നുള്ള കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതേ സമയത്തൊക്കെ തന്നെയായിരുന്നു SDPI ബന്ധം, അതായത് CPMന്റെ SDPI ബന്ധം ആരോപിച്ച് പലരും പാർട്ടി വിട്ട് പുറത്തേക്ക് പോയത്. വർഗീയതയോട് സന്ധിയില്ലെന്ന് തള്ളിമറിച്ചവരായിരുന്നു SDPIക്കാരുടെ തോളിൽ കൈയിട്ടത്. സമാനമായിരുന്നു പത്തനംതിട്ടയിലെയും പൊട്ടിത്തെറി. പത്തനംതിട്ടയിൽ പല പഞ്ചായത്തും CPM ഭരിക്കുന്നത് SDPI കൂട്ടുകെട്ടിലാണ്. ചെങ്ങന്നൂരിലേക്ക് വന്നാലോ, അവിടെയും, അതായത് സജി ചെറിയാന്റെ കോട്ട, അവിടെയും ഈ SDPIക്കാരുടെ തോളത്ത് കൈയിട്ടാണ് ഭരണമൊക്കെ നടക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കണം. കോൺഗ്രസിനെതിരെയും UDFനെതിരെയും CPM ഏറ്റവും കൂടുതൽ പരാതി ഉന്നയിക്കുന്നത് എന്ത് കാര്യത്തിലാണ്? ജമാഅത്തെ ഇസ്ലാമിയുമായി ഈ പറയുന്ന കോൺഗ്രസിനും UDFനും ബന്ധമുള്ളതിനെ കുറിച്ചാണല്ലോ. വർഗീയതയുടെ തോളിലാണ് കോൺഗ്രസ്, UDF എന്നുള്ള വലിയ ആരോപണം CPMന്റെ പല നേതാക്കളും ഉയർത്താറുണ്ടല്ലോ. ഇവരുടെ കയ്യിലിരിപ്പ് എന്താണ്? SDPIയെ അങ്ങ് പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന നിലപാടാണ് പലയിടത്തും CPM സ്വീകരിക്കുന്നത്. 2024 ആലപ്പുഴയിലെ ഹരിപ്പാട് CPMൽ ഒരു കൂട്ടരാജി നടന്നു. കുമാരപുരത്ത് 36 CPM അംഗങ്ങൾ രാജിക്കത്ത് നൽകി ഒരുമിച്ച് പുറത്തേക്ക് പോയത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ജില്ലാ സെക്രട്ടറിക്കുമായിരുന്നു അവർ കത്ത് നൽകിയത്. പാർട്ടി ഭരിക്കുന്ന കുമാരപുരം സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ഈ നടപടി. ബാങ്കിലെ ക്രമക്കേടുകൾക്കെതിരെ ഏരിയ കമ്മിറ്റി അംഗമായ ബിജു പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഹരിപ്പാട് ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചപ്പോൾ പരാതി നൽകിയ ബിജുവിനെ ഒഴിവാക്കി. പിന്നീട് ഉൾപ്പെടുത്താമെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞുവെങ്കിലും വാക്ക് പാലിച്ചില്ല. മാത്രമല്ല, ബാങ്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചർച്ചയും നടന്നില്ല. ഇതേ തുടർന്നായിരുന്നു അംഗങ്ങൾ രാജിക്കത്ത് നൽകി പാർട്ടിക്ക് പുറത്തുപോയത്. അതായത് പാർട്ടിയിലെ ഇത്തരം നീച പ്രവർത്തികൾക്കെതിരെ ശബ്ദമുയർത്തുന്നവർ പാർട്ടിക്ക് പുറത്താണ്. അവർക്ക് പിന്നെ അവിടെ സ്ഥാനമില്ല. എല്ലാ കൊള്ളരുതായ്മയും നടക്കും, അത് കണ്ട് പഞ്ചപുച്ഛമടക്കി അങ്ങ് നിന്നുകൊള്ളണമെന്ന്. സഖാക്കന്മാരുടെ ലൈംഗിക അതിക്രമങ്ങൾ എത്ര കേസാണ് ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? വനിതാ നേതാവിൻ്റെ കുളിമുറിയിൽ ക്യാമറ വെച്ചത്, വനിതാ നേതാക്കളെ കയറി പിടിച്ചത്, കട്ടിലിനടിയിൽ കയറി കിടന്നത് തുടങ്ങി കേട്ടാലറയ്ക്കുന്ന പണികൾ നടത്തിയ സഖാക്കന്മാർ ജില്ലയിൽ പാർട്ടി പിന്തുണയിൽ ഇപ്പോഴും വിലസുന്നുണ്ട്. ഒരു കൂട്ടം ക്രിമിനലുകൾ പാർട്ടിയെ മുച്ചൂട് മൂടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഒരക്ഷരം മിണ്ടാതെ നേതൃത്വം മൗനം പാലിച്ചു. സുധാകരൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ക്രിമിനലുകളെ കുറിച്ചാണ്. ഒടുക്കം സുധാകരനെ തന്നെ വെട്ടിയൊതുക്കി. പക്ഷേ ഈ പാർട്ടിയിൽ നിൽക്കാൻ ഇനി തനിക്ക് വയ്യ, അങ്ങനെ നാണം കെടാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടിക്ക് പുറത്തുപോയ സുധാകരനാണ് CPMന് വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. പലതും വലിച്ചു പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് സുധാകരൻ. ഇപ്പോൾ വീണ്ടും ഗുരുതര ആരോപണങ്ങളാണ് സുധാകരൻ ഉയർത്തിയിരിക്കുന്നത്.
ആലപ്പുഴ മെഡിക്കൽ കോളേജിന് സമീപത്തെ ഓട്ടോ ഡ്രൈവറുടെ മരണം കൊലപാതകമാണ് എന്നുള്ള വലിയൊരു ആരോപണം ഇപ്പോൾ സുധാകരൻ പൊട്ടിച്ചിട്ടുണ്ട്. സംഭവം പോലീസ് അന്വേഷിക്കണമെന്നാണ് സുധാകരന്റെ ആവശ്യം. ഒരു നേതാവിനെ അവിടെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും സുധാകരൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുമ്പോഴായിരുന്നു സുധാകരൻ ഈ ഒരു വെട്ടിത്തുറന്നു പറച്ചിൽ നടത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP-ക്കാർ വ്യാപകമായി CPM-ന് വോട്ട് ചെയ്തു എന്നും സുധാകരൻ പറയുന്നു. അതുകൊണ്ടാണ് മികച്ച വിജയം നേടാനായതെന്ന് സുധാകരൻ പറയുമ്പോൾ അപ്പോൾ CPM BJP ഡീലാണോ ഉള്ളത് എന്നുള്ള സംശയം അത് ബലപ്പെടുകയാണ്. വിജയരാഘവനെ പരിഹസിച്ച സുധാകരൻ അയാൾ എവിടെ പ്രസംഗിച്ചാലും CPM തോൽക്കുമെന്നും പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു. അയാൾ വിജയരാഘവനല്ല, പരാജയരാഘവനാണ്. ഭാര്യയെ മന്ത്രിയാക്കിയതാണ് ആകെ ഗുണമെന്നും G. സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കടുത്ത വിമർശനങ്ങൾ സുധാകരൻ ഇപ്പോൾ ശക്തമാക്കുകയാണ്. മുഖ്യമന്ത്രി എനിക്ക് ചെറ്റ എന്ന് പേരിട്ടു. ഇങ്ങനെയുള്ള ആളുകൾ അധികാരത്തിൽ തുടരണോ? ഇക്കാര്യം ജനം ചിന്തിക്കണം. ഭരണഘടനാ സംരക്ഷകനാണ് മുഖ്യമന്ത്രി എന്നും കേസിന് പോയാൽ പ്രശ്നമാണെന്നും G. സുധാകരൻ പറഞ്ഞു. ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് മുഖ്യമന്ത്രി വിളിച്ചു. വെളുത്ത് സുമുഖനായ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു. എത്ര പേരെയാണ് പാർട്ടിക്ക് എതിരാക്കുന്നത്? കോൺഗ്രസുകാർക്ക് ആളെ കൂട്ടിത്തരുന്നുണ്ട്. കോൺഗ്രസിൽ ആള് കൂടുന്നത് നല്ല പ്രവൃത്തി കൊണ്ട് മാത്രമാണ്. SFIയിലും DYFIയിലും നല്ല നേതാക്കളില്ല. പണ്ടൊക്കെ നേതൃനിര കണ്ട് KSUക്കാർ അസൂയപ്പെട്ടിരുന്നു. 4 ആൾ അറിയുന്ന ആരും ഇന്ന് DYFIയിലില്ല. ഏരിയ സെക്രട്ടറി കള്ള് ഷാപ്പിലിരുന്ന് G. സുധാകരൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നു. പാർട്ടിക്കാർ കള്ളുഷാപ്പിലിരുന്ന് ഫേസ്ബുക്കിൽ തനിക്കെതിരെ പോസ്റ്റ് ഇടുന്നു. ഭാവിയിൽ ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ ആളില്ലാതെ വരുമെന്നും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ നാടിന് ആവശ്യമാണെന്നും സുധാകരൻ പറഞ്ഞു. ഇതിനിടെ ഇപ്പോൾ പലയിടത്തായി സുധാകരന്റെ പോസ്റ്ററുകൾ ഉയർന്നിരിക്കുകയാണ്. എന്നാൽ ഈ പോസ്റ്ററുകൾ വലിച്ചു കീറുകയാണ് CPM ഗുണ്ടകൾ. നഷ്ടപ്പെട്ട 5 വർഷങ്ങളുടെ വികസന നഷ്ടം നികത്താൻ എന്ന തലക്കെട്ടോടെയാണ് G. സുധാകരന്റെ പോസ്റ്ററുകൾ ഇറങ്ങിയിരിക്കുന്നത്. UDF പിന്തുണയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ മത്സരിക്കുന്നത്. മുൻമന്ത്രിയായ G. സുധാകരൻ മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലായിരുന്നു ജനവിധി തേടിയിരുന്നത്. എന്നാൽ ഇതാദ്യമായാണ് ചിഹ്നമില്ലാതെ പോസ്റ്ററുകൾ രംഗത്ത് വരുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതിനാൽ സുധാകരനുള്ള ചിഹ്നം പിന്നീടായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുക. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന സമയം കൂടി കഴിഞ്ഞായിരിക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം ലഭിക്കുക. ചിഹ്നം കൂടി ഉൾപ്പെടുത്തി പിന്നീട് പോസ്റ്ററുകൾ എത്തുമെന്ന് UDF നേതാക്കൾ അറിയിച്ചു. എന്തായാലും സുധാകരൻ വരും ദിവസങ്ങളിലും CPM-നെതിരെ വലിയ ആരോപണങ്ങളൊക്കെ ഉയർത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു കാലത്ത് പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്നല്ലോ. അതുകൊണ്ട് പല രഹസ്യങ്ങളും സുധാകരന്റെ നാവിൻ തുമ്പിലുണ്ട്. അത് CPM-നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.